വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ ശാലിനിയാണെങ്കിൽ ശിവനോട് കറക്റ്റായിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെ ജീവൻ അവസാനിപ്പിക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ അവസാനം എന്നോണം ശിവനാണ് കൂടെയുള്ളത്, വിഷ്ണു അല്ല എന്നുള്ളത് തുറന്ന് പറയാനും തീരുമാനിച്ച് തന്നെയാണ് ശാലിനി താഴേക്ക് വരുന്നത്. അതിനുശേഷം വിഷ്ണു ആദ്യം ശാലിനിയും ഭാമയും കൂടി പോകുന്നുണ്ട്. അതിനുശേഷം വിഷ്ണു എന്ന് വിളിക്കുമ്പോൾ ശിവനാണെങ്കിൽ ആ ഒരു വേഷത്തിൽ ഒരു റെഡിയെ താഴേക്ക് ചെല്ലുകയാണ്. അന്നേരമാണ് അവിടെ ചടങ്ങൊക്കെ തുടങ്ങാനായിട്ട് പറയുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം മാല അങ്ങോട്ടെടുത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ തിരുമേനി മാല എടുത്ത് ശിവൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അന്നേരം അതിങ്ങനെ ഇടാനെന്നോണം അവർ നിൽക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ടൈമിൽ ശാലിനി ഇങ്ങനെ ആകെ കടുപ്പിച്ച് എന്തും പറയുന്നുള്ള രീതിക്ക് തന്നെ ശാലിനി നിൽക്കുകയാണ്. പക്ഷേ ആ ഒരു ടൈമിൽ അവിടേക്ക് പോലീസ് എത്തുകയാണ് ചെയ്യുന്നത്. അന്നേരം പോലീസ് എത്തുമ്പോൾ ആ ഒരു ഫംഗ്ഷൻ ആ ഒരു ചടങ്ങിലേക്ക് തന്നെയാണ് പോലീസ് വന്ന് കയറുന്നത്. അന്നേരം ശാലിനിയെ കണ്ടിങ്ങനെ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, മാഡം ക്ഷമിക്കണം, റിട്ടയർഡ് ജഡ്ജി മോഹനേന്ദ്രൻ സാറിൻ്റെ പരാതിയിൽ ഇവിടെ ഈ വീട്ടിലെ രാഘവൻ നായരെയും പിള്ളയെയും അറസ്റ്റ് ചെയ്യാനാണ് വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ സംശയിച്ചിങ്ങനെ നോക്കിയാണ് എന്താണ് സംഭവം എന്നുള്ളത്. അന്നേരം പിള്ളയും രാഘവൻ നായരും ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കുകയാണ്. പക്ഷേ ശിവനാണെങ്കിൽ ഇങ്ങനെ നോക്കുന്നേ ഉള്ളൂ. പക്ഷേ അത് ആരുടെ ശ്രമഫലമായിട്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ളത് കാണിക്കുന്നില്ല. അതോ ഇനി പിള്ളയും രാഘവൻ നായരും കൂടി എന്തെങ്കിലും രാഘവൻ നായരിന് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പണിയൊപ്പിച്ചോ ഇല്ലയോ എന്നുള്ളതാണ്. ഇനി പുറത്തെങ്ങാനും പോയപ്പോൾ ഇനി എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാക്കിയോ എന്നുള്ളത് അറിയില്ല. പക്ഷേ അവിടെ ശിവനാണെങ്കിൽ വലിയ ഭാവഭേദമൊന്നും കാണുന്നില്ല. പക്ഷേ പിള്ളയും രാഘവൻ നായരും ശാലിനിയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് ഭാമയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നുള്ള രീതിക്ക് അത് ചോദിക്കാൻ എന്നോണം ശാലിനി നിൽക്കുന്നുണ്ട്. ഇത്രയുമേ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ എന്തായാലും ചടങ്ങ് നടക്കില്ല. മിക്കവാറും രാഘവൻ നായരെയും പിള്ളയും കൂടി സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമായിരിക്കും, എന്താണ് കാരണമെന്ന് അറിയാനായിട്ട്. അതോ ഇനി ശാലിനി ഇടപെട്ട് അത് മാറ്റി വയ്ക്കുമോ? പക്ഷെ അവരെ കൊണ്ടുപോയാൽ മാത്രമേ ആ ഒരു ചടങ്ങ് അവിടെ നടക്കാതെ വരികയുള്ളൂ. അത് ചിലപ്പോൾ ഇനി ശിവൻ്റെ കളിയോ എന്താണെന്ന് അറിയില്ല. ഇനി അടുത്ത എപ്പിസോഡിൽ അത് കറക്റ്റായിട്ട് അറിയത്തുള്ളൂ. എന്തായാലും ഇവിടെ ചടങ്ങ് നടക്കില്ല. ഇത്രയുമാണ് ആ ഒരു പ്രമോ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.